ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടാണ്. ഫോണിന്റെ മേലുള്ള ഒരു അഡിക്ഷൻ. നമുക്ക് പല കാര്യങ്ങളിലും അഡിക്ഷൻ ഉണ്ടാവും അല്ലേ? അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഫുഡ് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല ടൈപ്പ് അഡിക്ഷൻ ഉണ്ട്. വേറെയും അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ അഡിക്ഷനെയാണ് ഇന്ന് നോക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ട് മടുത്തിട്ടുള്ളതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? 24 മണിക്കൂർ ഈ ഫോണിന്റെ മുമ്പിൽ തന്നെയാണോ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ? അല്ലെ സ്കൂളിലേക്ക് വർക്ക് ഒന്നും ഇല്ലേ? അങ്ങനെ നിങ്ങൾ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇനി ഈ ഫോൺ ഇങ്ങനെ കയ്യിൽ വെച്ച് നടക്കുന്നത് എനിക്ക് നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ? ഫോൺ അഡിക്ഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്ന് സ്വന്തം റിയലൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഫോൺ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ അതിനോട് അഡിക്റ്റഡ് ആയിപ്പോയി. നിങ്ങൾക്ക് ഇനി ഫോൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ എത്തിച്ചിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷന്, ഈ ഒരു അവസ്ഥയ്ക്ക് എങ്ങനെ നമുക്ക് പരിഹാരം കാണാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അഫ്കോഴ്സ് നിങ്ങൾ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിനോടല്ല ശരിക്കും അഡിക്ഷൻ വരുന്നത് അല്ലേ? അതിനകത്തുള്ള ആപ്പുകളെടുത്താണ് നിങ്ങൾക്ക് അഡിക്ഷൻ വരുന്നത് അല്ലെ? ഗെയിമിംഗ് ആപ്പുകളുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗെയിമിംഗ് ആപ്പ് ഉണ്ട്. ഇനി യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട് അല്ലെ? ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് റീൽസുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് റീൽസുകളുണ്ട്. ഇനി വേറെ അങ്ങനെ ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഞാൻ ലിമിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകളാണ്, അല്ലെങ്കിൽ എൻ്റെ സമയം ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ വക കാര്യങ്ങളിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് പല ഓപ്ഷൻസും ഫോണിൽ തന്നെയും അവൈലബിൾ ആണ് അല്ലേ? നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ ടൈം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ടൈം, നിങ്ങൾ എത്ര സമയം ഒരു ദിവസം ഫോൺ യൂസ് ചെയ്യുന്നു, ഏതൊക്കെ ആപ്പുകൾ യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് സ്ക്രീൻ ടൈം കിട്ടും അല്ലേ? അപ്പം നിങ്ങൾക്ക് ആ സ്ക്രീൻ ടൈം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്ക്രീൻ ടൈം നിങ്ങൾ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ആപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു പ്രത്യേക റെസ്ട്രിക്ഷൻ വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു ഡെയിലി ഒരു 10 hours ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു 8 hours ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ. അപ്പം അതിനകത്ത് തന്നെ ഒരു 30 minutes ആവുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ നമുക്ക് വാണിംഗ് തരാറുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പം കുറേ മണിക്കൂറുകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് മുമ്പിൽ ചെലവഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം കൂടെ പെട്ടെന്ന് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓടിപ്പോകാൻ വേണ്ടി നിങ്ങളെ മനസ്സ് നിങ്ങളെ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 10 മണിക്കൂറുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഒരു 6 മണിക്കൂറാക്കി കുറയ്ക്കുക. ഒരു 1 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 4 മണിക്കൂറാക്കുക, 3 മണിക്കൂറാക്കുക, 2 മണിക്കൂറാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 30 minutes എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ മാറ്റി ചിന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഫോണിൽ തന്നെ അതിനുള്ള സിസ്റ്റം ഉണ്ട്. നിങ്ങൾ അഡിക്റ്റഡ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും അഡിക്ഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ മെത്തേഡ്സ് നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണൊക്കെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. വേറെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെ? ഫോണിന് പകരം നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും ചെയ്യാനുണ്ട് അല്ലെ? ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്യാം അല്ലെ? നിങ്ങൾക്ക് വീട്ടിലെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം അല്ലെ? നിങ്ങളുടെ സ്റ്റഡി ബുക്സ് നിങ്ങൾക്ക് വായിക്കാം. അത് ഇഷ്ടമില്ല എന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരുപാട് വേറെയും ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കുന്നത് ശീലമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഡ്രോയിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറ്റും. പാട്ട് പാടി പഠിക്കാൻ അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ പഠിക്കാൻ പറ്റും. അപ്പം ഡാൻസിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡാൻസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ കൂടുതൽ ടൈം ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൂടുതൽ ടൈം ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. നിങ്ങൾ ഫോണിൽ കൂടുതൽ സമയം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനസിക ആരോഗ്യം അല്ലെ, നിങ്ങൾക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ കൂടുതൽ സമയം ഫോണിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ തോന്നും അയ്യോ ഇത് എന്തിനാണ് ഞാൻ ഇത്രയും സമയം ഈ ഫോണിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് കളിച്ചത്, എൻ്റെ എത്ര സമയം പോയി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അങ്ങനെ തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കൂടുതൽ സമയം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും തോന്നും ഇത്രയും സമയം ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. സമയം ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഈ രാത്രി സമയങ്ങളിൽ ഫോൺ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർക്കുള്ളതാണ്. നമ്മളൊരു 10 മണി സമയത്തൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കും. എന്നിട്ട് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്ത് ഒരു 11 മണിയൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം വരാൻ തന്നെ പാടാണ് അല്ലേ? നമുക്ക് ഉറങ്ങേണ്ട ഒരു നാച്ചുറൽ ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടിയെന്ന് വരില്ല. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഒരു 1 വീക്ക് 2 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ലേറ്റ് ആയിട്ട് 1 മണിക്കും 1:30ക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 10 മണിക്ക് ഉറങ്ങാന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വപ്നം മാത്രമായിട്ട് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ടൈം അല്ലെ 1 മണി വരെ ഒന്നും പോകും. നിങ്ങൾ 10 മണിക്ക് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ടൈം 12:30 1 മണി വരെ പോകും അല്ലെ? നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 10 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാരണവശാലും കിടക്കയിലേക്ക് അല്ലെങ്കിൽ ബെഡിലേക്ക് എന്തെടുക്കാൻ പാടില്ല, ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ റെസ്ട്രിക്ഷൻ വെക്കണം. അങ്ങനെ വെച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ ആവുള്ളൂ. ഒരു ആളുടെ ഉറക്കം എന്ന് പറയുന്നത് അയാളുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സ്ലീപ്പ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പാടില്ല. സ്ലീപ്പ്, ഭക്ഷണം, വെള്ളം, ഇതൊക്കെ നമുക്ക് എയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല. അപ്പം ഉറക്കം കറക്റ്റ് ടൈം അല്ലെ, ഒരു 10 മണി സമയത്ത് ഉറങ്ങുക. ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5-6 മണിയാകുന്ന സമയത്ത് എണീക്കുക അല്ലെ? അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ അത്രയും ടൈം 7 hours എങ്കിലും മിനിമം നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ ഉറങ്ങണം. ഇപ്പോഴത്തെ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് 2 മണി സമയത്തും നമ്മൾ ഉറക്കം കളയാനേ പാടില്ല എന്നാണ്. അതൊക്കെ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടേണ്ട ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല,
വേറെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ പാടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിനും പിന്നീട് കംപ്ലയിൻസ് ഓരോന്നായിട്ട് വരാൻ വേണ്ടി തുടങ്ങും. കാരണം കണ്ണ് ഒരുപാട് ആ ഒരു ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന സമയത്ത് കണ്ണ് കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കണ്ണിനും വേറെ അസുഖങ്ങൾ വരും. നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മാറാനുള്ള ഒരു ചാൻസും കൂടുതലാണ് ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ബെഡ് ടൈമിൽ എന്ത് ചെയ്യാതിരിക്കുക, ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഫോൺ ഉള്ള ടൈം നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് വേറെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫോണിന്റെ ടൈം ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിനകത്ത് നിങ്ങളുടെ ലൈഫ് ഗോൾസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശീലം, ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്ന ടൈം കുറയ്ക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ശീലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ആ ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളത് വേറെ ആരെയും കാണിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഡയറി നിങ്ങൾ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നിങ്ങൾ എണീറ്റ ഉടനെയും കിടക്കാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു 21 days നിങ്ങൾ അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിൽ പതിക്കുക. അപ്പോൾ നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങളത് വായിക്കണം, നേരെ മറിച്ച് ബെഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളത് വായിക്കണം. നിങ്ങൾക്ക് ആ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. നിങ്ങൾ എന്താണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ആ ശീലം ഞാൻ ഇനി തുടരില്ല എന്ന് നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്തും അത് നോക്കി ഒന്ന് വായിക്കാം, കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അത് നോക്കി ഒന്ന് വായിക്കാം. ഇത് ബെസ്റ്റ് മെത്തേഡാണ്. നിങ്ങൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. എസ്പെഷ്യലി ഈ ഫോണിന്റെ അഡിക്ഷൻ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ട്രൈ ചെയ്യണം. അപ്പം താങ്ക് യു.